നായന്മാരുടെ പൂർവചരിത്രം ഭാഗം 1 ഭാഗം 2 എന്ന രീതിയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് നായന്മാരെ മാത്രമല്ല ഹിന്ദു സമുദായത്തിലെ മറ്റെല്ലാ അംഗങ്ങളെയും നമ്പൂതിരിമാരൊഴികെയുള്ള മറ്റ് സമുദായങ്ങളെ വളരെ നീചമായിട്ട് അധിക്ഷേപിച്ച് കൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് കണിപ്പയ്യൂർ ശങ്കരൻ്റെ ഈ നായന്മാരുടെ പൂർവ്വചരിത്രം എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഒരു ആത്മരീതിക്കാരൻ എന്ന് പറയപ്പെടുന്ന കണിപ്പയ്യൂർ ശങ്കരൻ്റെ ഈ പുസ്തകം എഴുതുന്നതിന് അയാൾക്ക് ധനസഹായം ലഭിച്ചത് അന്നത്തെ കാലത്ത് ഒരു പ്രമുഖ പത്രം ആയിരുന്നു. ആ പത്രത്തിൽ നിന്നുമായിരുന്നു. ഇന്നും ആ പത്രം നിലവിലുണ്ട്, ഒരു മലയാള പത്രമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ചില ഈഴവ സമുദായക്കാർ അദ്ദേഹത്തിന് ധനസഹായം നൽകിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ പുസ്തകത്തിലും അതിൻ്റെ സൂചനയുണ്ട്. ആ സൂചനയെല്ലാം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈഴവരിൽ നിന്നും പണം കൈപ്പറ്റിയതിന് ശേഷം അവർക്ക് തന്നെ പണി കൊടുത്തിരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതിൽ കുറേ പേജുകളിൽ ഈഴവരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രസക്തമാണെന്ന് നമുക്ക് തോന്നുന്ന 2-3 പേജുകൾ നോക്കാം. രണ്ടാമത്തെ ഭാഗം, അതായത് പാർട്ട് 2 പുസ്തകത്തിൽ, രണ്ടാമത്തെ പുസ്തകത്തിൽ പേജ് നമ്പർ 276 പറഞ്ഞിട്ടുള്ളത് ഈ ഈഴവരിൽ ഇന്നത്തെ ഈ ചില പട്ടികജാതി സമുദായങ്ങൾ ഈഴവ സമുദായത്തിൽ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. മറയൻ, മണ്ണാൻ, പാണൻ മുതലായിട്ടുള്ള സമുദായക്കാർ ഈഴവരാണെന്ന് പേജ് നമ്പർ 276 പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിന് സമാനമായിട്ട് ഭാഗം 2 പേജ് 72 പറഞ്ഞിട്ടുണ്ട്. വേറൊരു സംഗതി പാർട്ട് 1 പേജ് നമ്പർ 235 പറഞ്ഞിട്ടുള്ളത് വെള്ളക്കാർക്ക് ഈഴവ സ്ത്രീകളിൽ ജനിച്ച സന്താനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവരെ കണ്ടാൽ സായിപ്പന്മാരുടെ മക്കൾ പോലെ ഉണ്ടാകും. പക്ഷേ ഇത് അപമാനമായി ഈഴവർ കാണുന്നില്ല. എന്നാൽ ഈഴവരിൽ നിന്നും എടുത്തു പറയത്തക്ക ചരിത്ര പുരുഷന്മാർ ആരും ഉണ്ടായിട്ടില്ല എന്ന് കണിപ്പയ്യൂർ ശങ്കരൻ വിലപിക്കുന്നു. അതിന് കണിപ്പയ്യൂർ ശങ്കരൻ പറയുന്ന കാരണം, ഇങ്ങനെ ഈഴവരിൽ നിന്നും എടുത്തു പറയത്തക്ക ചരിത്ര പുരുഷന്മാർ ഉണ്ടാകാത്തതിന് കാരണം അവർ അപരിഷ്കൃത വർഗക്കാരാണ്. അവർ അപരിഷ്കൃത വർഗക്കാരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തതെന്ന്, അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി പുസ്തകം എഴുതിയിട്ട് അവർക്ക് തന്നെ പണി കൊടുക്കുന്ന ഒരു മറ്റേടത്തെ സ്വഭാവം ഏതോ ഒരു മോനായ കണിപ്പയ്യൂർ ശങ്കരൻ കാണിച്ചിരിക്കുന്നു.